എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഏപ്രിൽ 17. ഇന്ന് ഫാദർ തിയോഡോർ നടത്തിയ വേദോപദേശ പ്രഭാഷണത്തിൽ ഞാൻ ആന്തരികമായി മനസ്സിലാക്കിയതും അതനുസരിച്ച് കുറച്ചുനാളായി ജീവിക്കുന്നതുമായ കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം ലഭിച്ചു. അതായത്, ഒരാത്മാവ് ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും അവിടുത്തോട് ഗാഢബന്ധത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ ആ ആത്മാവ് ബാഹ്യമായി വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൻ്റെ നടുവിലാണെങ്കിലും യാതൊന്നിനും അതിൻ്റെ ആന്തരിക ജീവിതത്തെ അസ്വസ്ഥമാക്കാൻ സാധ്യമല്ല. എത്ര അഴുക്കിൻ്റെ നടുവിലും അതിന് നിർമ്മലവും നിഷ്കളങ്കവുമായിരിക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വലിയ സ്നേഹം പോരാടാനുള്ള ശക്തി അതിന് പ്രദാനം ചെയ്യുന്നു. ദൈവവും ഒരു പ്രത്യേക വിധത്തിൽ, അത്ഭുതകരമായ വിധത്തിൽ പോലും അവിടുത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആത്മാവിനെ സംരക്ഷിക്കുന്നു. ഒരു ദിവസം നിഷ്കളങ്കത ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന ആന്തരികമായ അറിവ് ദൈവം എനിക്ക് തന്നു. ഞാൻ അകപ്പെട്ടിട്ടുള്ള എല്ലാ അപകടങ്ങളിലും എൻ്റെ ആത്മാവിൻ്റെയും ഹൃദയത്തിൻ്റെയും കന്യകാത്വം കാത്തുരക്ഷിക്കാൻ അവിടുന്ന് തന്നെ എന്നെ സംരക്ഷിക്കുകയായിരുന്നു. ഞാൻ ആ ദിവസം മുഴുവൻ തീവ്രമായും ആന്തരികമായും നന്ദി പറഞ്ഞു. തിന്മയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സംപ്രീതി തോന്നിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവിടുത്തെ സംപ്രീതിക്ക് പാത്രമായതിനും അവിടുന്ന് തന്നെ ഇതേക്കുറിച്ച് ഉറപ്പു തന്നതിനും ഞാൻ നന്ദി പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കൃപയിൽ എന്നെ സ്ഥിരീകരിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. ആ സമയം മുതൽ ആത്മാവിനെതിരായ ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനം അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ ഡയറിയിൽ മറ്റൊരിടത്ത് ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ അഗ്രാഹ്യമായ കൃപയെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഒരു നവജ്വാല എൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്നു. ഈ സ്നേഹം എന്നെ തന്നെ പൂർണ്ണമായി വിസ്മരിക്കാൻ ഇടയാക്കുന്നു. ആ സമയം മുതൽ ഞാൻ ദൈവമാതാവിൻ്റെ പരിശുദ്ധമായ മേലങ്കിക്കുള്ളിൽ ജീവിക്കുന്നു. അവൾ എന്നെ സംരക്ഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അവളുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഞാൻ തികച്ചും സമാധാനത്തിലാണ്. എന്തെന്നാൽ ഞാൻ അനുഭവജ്ഞാനമില്ലാത്തവളും ബലഹീനയുമായതിനാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ ഹൃദയത്തിൽ ഞാൻ പറ്റിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യത്തിൽ ദൈവം എനിക്ക് സ്ഥിരത തന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിരന്തരം ജാഗ്രത പുലർത്തുന്നു. എൻ്റെ തന്നെ നിഴലിനെ പോലും ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞാൻ അത്രമാത്രം തീവ്രമായി ദൈവത്തെ സ്നേഹിക്കുന്നു. എല്ലാ മനുഷ്യരെക്കാളും ഞാൻ ഏറ്റവും ദുർബലയായതുകൊണ്ടാണ് ഈ പുണ്യം ദൈവം എനിക്ക് പ്രദാനം ചെയ്തത്. അതുകൊണ്ടാണ് സർവശക്തൻ തൻ്റെ പ്രത്യേകമായ കരുണ കൊണ്ട് എന്നെ വലയം ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 24. എല്ലാ പ്രധാനപ്പെട്ട കൃപകളെയും എനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിനായുള്ള ഒരു അസാധാരണമായ അഭിവാജ്ഞയും ആഗ്രഹവും എന്നിൽ ഉണരുന്നു. അപ്പോൾ ഞാൻ കൃപയ്ക്കായി കാത്തിരിക്കുന്നു. കൃപ എത്രമാത്രം വലുതാണോ അത്രമാത്രം വ്യക്തമാണ് മുൻകൂട്ടിയുള്ള സൂചനയും എൻ്റെ രക്ഷയുടെ പ്രതിയോഗിയുമായുള്ള എൻ്റെ മൽപ്പിടുത്തത്തിൻ്റെ തീവ്രതയും. ചില അവസരങ്ങളിൽ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഒരു ഉപമയിൽ കൂടി ഞാൻ അത് വിവരിക്കാം. 2 വലിയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഒരു വലിയ വിരുന്നൊരുക്കി മറ്റേയാളെ ക്ഷണിച്ചു. രണ്ടുപേരും വളരെ ആകാംക്ഷയോടെ അതിനായി കാത്തിരുന്നു. വിരുന്നിൻ്റെ സമയം സമാഗതമായി. കൃപ സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ വളരെ തീക്ഷ്ണമായതിനാൽ അത് വിവരിക്കാൻ പ്രയാസമാണ്. വേദനാസമ്പൂർണമായ അഭിലാഷത്താലും സ്നേഹാഗ്നിയാലും അത് സ്പഷ്ടമാണ്. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. എന്നാൽ അവിടുന്ന് പൂർണ്ണമായി ലയിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്തെന്നാൽ ആ സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. പലപ്പോഴും അപ്രകാരമുള്ള കൃപയുടെ സമയത്തിന് മുമ്പ് ഞാൻ മാനസികമായും വൈകാരികമായും ബുദ്ധിപരമായും തികച്ചും നിരാലംബയാകുന്നു. തീർത്തും ഒറ്റപ്പെടുന്നു. ഞാൻ ഏകസത്യ ദൈവത്തിനായി കാത്തിരിക്കുന്നു. അവിടുത്തെ വരവിന് മുൻപായി അവിടുന്ന് തന്നെ എന്നിൽ ഈ അവസ്ഥ സൃഷ്ടിക്കുന്നു. ഏപ്രിൽ 23, 1937. 3 ദിവസത്തെ ധ്യാനം ഇന്ന് ആരംഭിച്ചു. വൈകിട്ട് എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. എൻ്റെ മകളെ, എൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് യാതൊരു സംശയത്തിനും വശംവദയാകാതിരിക്കാൻ ഈ വൈദികനിലൂടെ ഫാദർ പ്ലാഷ് പ്രത്യേകമായ വിധത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കുമെന്നറിയുക. ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ ആ വൈദികൻ്റെ താഴെ പറയുന്ന വാക്കുകൾ എൻ്റെ ആത്മാവിനെ ആഴമായി സ്പർശിച്ചു. എന്ത് തന്നെയാണെങ്കിലും ദൈവഹിതത്തെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും ഞാൻ എതിർക്കരുത്. ദൈവത്തിരുമനസ്സിൻ്റെ സത്യാവസ്ഥയെയും വിശ്വസനീയതയെയും കുറിച്ച് ബോധ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ എനിക്ക് ചുമതലയുണ്ട്. ആർക്കും അതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ സാധ്യമല്ല.
ദൈവ തിരുമനസ് എന്ത് തന്നെയാണെങ്കിലും ഒരിക്കൽ എനിക്കത് മനസ്സിലായാൽ ഞാനത് നടപ്പിലാക്കണം. ആ ധ്യാനം മുഴുവനും എൻ്റെ ആത്മാവിൽ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളുടെ രത്നച്ചുരുക്കമാണിത്. എനിക്ക് ഒന്നിനെക്കുറിച്ചും യാതൊരു സംശയവുമില്ല. ദൈവം എന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നെന്നും ഞാൻ എന്തു ചെയ്യണമെന്നും എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ആത്മീയ ഉൾക്കാഴ്ചയുടെ സമയങ്ങളും നിമിഷങ്ങളുമുണ്ട്. അതായത് ദൈവിക വെളിപ്പെടുത്തലുകൾ. പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിയാത്തതും ആരും പഠിപ്പിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ആത്മാവിന് ആന്തരികമായ അറിവ് ലഭിക്കുന്നു. ദൈവം തന്നെ ആത്മാവിലേക്ക് വലിയ ആന്തരിക അറിവ് പകരുന്ന നിമിഷങ്ങളാണിവ. ഇവ വലിയ രഹസ്യങ്ങളാണ്. ദൈവത്തിൻ്റെ ആന്തരികമായ ജീവിതത്തിൻ്റെയും സ്വകാര്യവും വ്യക്തിപരവുമായ മനോഭാവത്തിൻ്റെയും അറിവും വെളിച്ചവും എനിക്ക് പലപ്പോഴും ലഭിച്ചിരുന്നു. ഇത് അടക്കാൻ പറ്റാത്ത ആനന്ദത്താലും അവാച്യമായ ശരണത്താലും എന്നെ നിറച്ചു. പൂർണ്ണമായി ദൈവത്തിൽ ലയിച്ചു ചേരാൻ ഞാൻ ആശിച്ചു. പരിത്യാഗവും സഹനവുമാണ് സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക. സത്യം മുൾമുടി ധരിക്കുന്നു. പ്രാർത്ഥന ബുദ്ധിയിലും മനസ്സിലും വികാരത്തിലും അധിഷ്ഠിതമാണ്. ഇന്ന് ദൈവത്തിൻ്റെ നന്മയെയും കരുണയെയും കുറിച്ച് ഫാദർ പ്ലാഷ മനോഹരമായ ഒരു പ്രഭാഷണം ചെയ്തു. ഈ സമ്മേളന സമയത്ത് എൻ്റെ ആത്മാവിൽ ദൈവസ്നേഹത്തിൻ്റെ ജ്വലനം ഞാൻ അനുഭവിച്ചു. ദൈവവചനത്തിന് ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രത്യേക ചിന്താവിഷയം ഇപ്പോഴും ഒന്ന് തന്നെ, അതായത് കരുണയുള്ള ക്രിസ്തുവുമായുള്ള ഐക്യവും നിശബ്ദതയും. നിശബ്ദതയിലുള്ള എൻ്റെ പരിശീലനമാണ് മെയ് മാസം ദൈവമാതാവിൻ്റെ പാദാന്തികത്തിൽ ഞാൻ വയ്ക്കുന്ന പുഷ്പം. വിവേകമില്ലാത്ത പുണ്യം പുണ്യമേയല്ല. വിവേകത്തിൻ്റെ കൃപയ്ക്കായി നാം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഔചിത്യബോധത്തിലും യുക്തമായ ആലോചനയിലും ധീരമായ തീരുമാനത്തിലുമാണ് വിവേകം അടങ്ങിയിരിക്കുന്നത്. അന്തിമ തീരുമാനം എപ്പോഴും നമ്മുടേതാണ്. നാം തീരുമാനിക്കണം. ഉപദേശവും വെളിച്ചവും നമുക്കാരായാം. നാം അത് അന്വേഷിക്കണം. ഇന്ന് ധ്യാന സമയത്ത് വിശുദ്ധി എന്താണെന്നും അത് എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും സംബന്ധിച്ച് ആന്തരിക വെളിച്ചവും അറിവും ദൈവം എനിക്ക് തന്നു. സമ്മേളനങ്ങളിൽ ഇക്കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ദൈവിക വെളിച്ചത്തിൽ അറിയുമ്പോൾ ആത്മാവ് മറ്റൊരു വിധത്തിൽ അവ മനസ്സിലാക്കുന്നു. ആത്മാവിന് ലഭിക്കുന്ന കൃപകളോ വെളിപാടുകളോ അനുഭൂതികളോ ദാനങ്ങളോ അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നില്ല. പിന്നെയോ ആത്മാവിൻ്റെ ദൈവവുമായുള്ള ഗാഢബന്ധമാണ് അതിനെ പൂർണ്ണമാക്കുന്നത്. ഈ ദാനങ്ങൾ ആത്മാവിൻ്റെ ആഭരണങ്ങൾ മാത്രമാണ്. അതിന് സത്തയോ പൂർണ്ണതയോ അത് നൽകുന്നില്ല. ദൈവ തിരുമനസ്സിനോടുള്ള എൻ്റെ മനസ്സിൻ്റെ ഗാഢമായ ഐക്യത്തിലാണ് എൻ്റെ വിശുദ്ധിയും പൂർണ്ണതയും അടങ്ങിയിരിക്കുന്നത്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല. നമ്മളാണ് ദൈവകൃപ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിനോട് സഹകരിക്കണമോ അതോ പാഴാക്കിക്കളയണമോ എന്ന് നാം നിശ്ചയിക്കണം.